നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മഹാരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. മഹാരാഷ്ട്രയിൽ രണ്ട് ശിവസേനകൾ തമ്മിലുള്ള വലിയ മത്സരം നടക്കുന്നു. ഉദ്ധവ് താക്കറെ വിഭാഗവും യഥാർത്ഥ ശിവസേനയായ ശിവസേന ഷിൻഡെ വിഭാഗവും തമ്മിലാണ് വലിയ രാഷ്ട്രീയ കിടമത്സരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് 9 എംപിമാരിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ 9 എംപിമാരിൽ 6 പേരും രാജിവെച്ച് അല്ലെങ്കിൽ കൂറുമാറി ഷിൻഡെ വിഭാഗത്തിലേക്ക് ചേർന്നത്. 6 പേരും നേരെ കൂറുമാറുമ്പോൾ തീർച്ചയായും കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടെ ബാധകമാകാത്ത സ്ഥിതിയുണ്ടാകും. ഈ MLA-മാരിൽ 6 പേരും കൂറുമാറാതിരിക്കാനുള്ള നിർണായകമായ പ്രവർത്തനങ്ങൾ ഉദ്ധവ് വിഭാഗവും നടത്തുന്നു. ഉദ്ധവ് വിഭാഗത്തിൻ്റെ നേതാവ് സഞ്ജയ് റൌത്ത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞത് 6 പേരും കൂറുമാറില്ല എന്നാണ്. 2 പേർ കൂറുമാറാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഉദ്ധവ് വിഭാഗത്തിലേക്ക് തിരിച്ചു വരാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നും ഉദ്ധവ് വിഭാഗം പറയുന്നുണ്ട്. കൂറുമാറ്റക്കാരുടെ എണ്ണം കുറച്ച് കൂറുമാറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ഉദ്ധവ് വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അത് വിജയിക്കുമോ എന്നറിയില്ല. ഇന്ന് വൈകുന്നേരം ഈ വിമത MP-മാരുടെ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താസമ്മേളനത്തിൽ വിമത MP-മാരുടെ ലയന പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്നാണ് സൂചന. 6 MP-മാരും ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ 6 MP-മാർ ഉദ്ധവ് താക്കറെ വിഭാഗത്തെ വിടാൻ പോകുന്നു എന്നൊരു വാർത്ത പരന്നിരുന്നു. ആ വാർത്ത ഉദ്ധവ് താക്കറെ ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് MP-മാരുടെ യോഗം വിളിച്ചപ്പോൾ പങ്കെടുത്തത് കൃത്യം 3 MP-മാർ മാത്രമായിരുന്നു. MP-മാർ മാത്രമല്ല MLA-മാരും വരും ദിവസങ്ങളിൽ പാർട്ടി വിട്ടേക്കുമെന്നും ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നേക്കുമെന്നും സൂചന ലഭിച്ചിട്ടുണ്ട്. യഥാർത്ഥ ശിവസേനയുടെ പാരമ്പര്യം തിരിച്ചുപിടിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും അതിനാണ് ഈ പ്രവർത്തനമെന്നും ഷിൻഡെ വിഭാഗം ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ ഓപ്പറേഷനെ രാഷ്ട്രീയ വിശാരദന്മാർ ഓപ്പറേഷൻ ടൈഗർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ ടൈഗർ നടപ്പാക്കുന്നതിന് പിന്നിൽ BJP ആണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ പോകുന്നതും BJP ആയിരിക്കും. പക്ഷേ ഓപ്പറേഷൻ ടൈഗർ ഷിൻഡെയും ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധമാണ്. അതിൽ ഉദ്ധവ് താക്കറെ ഇടം വലം നഷ്ടപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു തിരിച്ചടി കൂടി ഉദ്ധവ് താക്കറേക്ക് വന്നു ചേർന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അതായത് കഴിഞ്ഞ ദിവസം നടന്ന MLC തിരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. 17 സീറ്റുകളിൽ 16 സീറ്റുകളിലും ഭരണപക്ഷമാണ് വിജയിച്ചത്. BJP ഷിൻഡെ സഖ്യമാണ് 16 സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നത്. ഒരു സീറ്റിൽ വിജയിച്ചതാകട്ടെ ഒരു സ്വതന്ത്രനാണ്. ജൂൺ 18-നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ വോട്ടെണ്ണലാണ് ഇന്ന് നടന്നത്. ആ വോട്ടെണ്ണലിലാണ് 17-ൽ 16 സീറ്റുകളും ഭരണപക്ഷമായ മഹായുതി പിടിച്ചെടുത്തിരിക്കുന്നത്. BJPക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചിരിക്കുന്നത്. 11 സീറ്റുകൾ BJPക്കും ശിവസേന ഷിൻഡെ വിഭാഗത്തിന് 3 സീറ്റുകളും NCP അജിത് പവാർ വിഭാഗത്തിന് 2 സീറ്റുകളും ലഭിക്കുന്നു. പ്രതിപക്ഷ മുന്നണിക്ക് 1 സീറ്റും ലഭിക്കുന്നില്ല. ജയിച്ചതാകട്ടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ്. BJP വിമതനായി മത്സരിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ്. മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 78 അംഗങ്ങളാണുള്ളത്. 78-ൽ 30 പേരെ തിരഞ്ഞെടുക്കുന്നത് MLA-മാരാണ്. 22 പേരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ചേർന്ന് തിരഞ്ഞെടുക്കും. 7 പേരെ സംസ്ഥാനത്തെ രജിസ്റ്റേർഡ് ബിരുദധാരികൾ ചേർന്നാണ് തിരഞ്ഞെടുക്കുന്നത്. 7 പേരെ രജിസ്റ്റേർഡ് അധ്യാപകർ ചേർന്ന് തിരഞ്ഞെടുക്കുമ്പോൾ 12 പേരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു. ഇങ്ങനെയാണ് മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഘടന. ഇതിൽ MLA-മാർ തിരഞ്ഞെടുക്കുന്ന 70 സീറ്റുകളിൽ ഉള്ള 17 സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ആ തിരഞ്ഞെടുപ്പിലാണ് ഭരണപക്ഷമായ BJP സഖ്യത്തിന് വൻ മുന്നേറ്റമുണ്ടായിരിക്കുന്നത്. 6 പേർ നേരത്തെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ആദ്യ ലീഡ് BJPക്ക് ലഭിച്ചിരുന്നതാണ്. മഹാരാഷ്ട്രയിൽ ശിവസേന രാഷ്ട്രീയം കലങ്ങിമറിയുമ്പോൾ ആരാകും ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്നത് എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് പൊതുജനം. എന്തായാലും സർക്കാരിൻ്റെ ഭാഗമായ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെയാണ് ഇത്തരം നീക്കങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത്. ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നും കൂറുമാറി വന്ന MP-മാരെ സ്വീകരിച്ചത് ഷിൻഡെ വിഭാഗത്തിലെ ഏക്നാഥ് ഷിൻഡെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ശ്രീകാന്ത് ഷിൻഡെയും കൂടി ചേർന്നാണ്. ഇവർ 2 പേരുമാണ് MP-മാരെ കൂറുമാറ്റാനുള്ള ചരടുകൾ വലിച്ചത് എന്ന് വ്യക്തമാണ്. ബാൽ താക്കറെ സ്ഥാപിച്ച ശിവസേന ഇപ്പോൾ ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയുടെ കൈവിട്ടു പോയിരിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ശിവസേന
രണ്ടായി പിളരുകയും ഭൂരിഭാഗം MP-മാരും MLA-മാരും ഏക്നാഥ് ഷിൻഡെയോടൊപ്പം പോകുന്നത്. അതായത് BJP-ക്കൊപ്പം അധികാരം പങ്കിട്ടുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ശിവസേന. ശിവസേനയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്നത് ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ BJP-യുമായി സഖ്യത്തിൽ തുടരാൻ അവർക്ക് വലിയ വിഷയങ്ങളൊന്നുമില്ല. എന്നാൽ BJP-യുമായി ഈ ബാൽ താക്കറെയുടെ മകൻ ആയിട്ടുള്ള ഉദ്ധവ് താക്കറെ ഉടക്കി പിരിയുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഉദ്ധവ് താക്കറെ കോൺഗ്രസിനോടും NCP-ക്കുമൊപ്പം ചേരുന്നു. ശിവസേനയെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ളതും ശിവസേനയുടെ പ്രത്യയശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ലാത്തതുമായ പ്രത്യയശാസ്ത്രങ്ങൾ ഉള്ളതുമായ രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും NCP-യും. അവരോടൊപ്പം ചേർന്ന് ഉദ്ധവ് താക്കറെ ഭരണം പങ്കിടുകയും പ്രതിപക്ഷത്തിരിക്കുകയും ഒക്കെ ചെയ്തു. ഇത് അണികൾക്കിടയിൽ വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടായി. പ്രത്യയശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ആ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങളാണ് ശിവസേനയെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി ശിവസേന പിളർന്നിരിക്കുന്നു. MP-മാർ ഇതാ മറുകണ്ഠം ചാടിയിരിക്കുന്നു. MLA-മാരും ഉടൻ നയം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. അങ്ങനെയാണ് എങ്കിൽ ഇതിനോടകം തന്നെ നിയമസഭയിൽ ശക്തരായ ഭരണപക്ഷം കൂടുതൽ ശക്തരാവുകയും ചെയ്യും. ശിവസേന ഇനിയിപ്പോൾ രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ BJP-യും അമിത്ഷായുമെല്ലാം ഈ രാഷ്ട്രീയ നീക്കത്തിന് വളരെ വലിയ പിന്തുണ നൽകുന്നു എന്നാണ് അർത്ഥം. മഹാരാഷ്ട്ര രാഷ്ട്രീയം ഇനി ഏത് ദിശയിലേക്ക് മാറുന്നുവെന്ന് കാത്തിരുന്നു തന്നെ കാണണം. എന്തായാലും ഭരണപക്ഷം അവിടെ ശക്തമായി തന്നെ തുടരുകയാണ്. പ്രതിപക്ഷം ഓരോ രാഷ്ട്രീയ പാർട്ടികളായി തകർന്നടിയുകയാണ്.